അനീഷിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട്. സോറി ടു സേ ദിസ്, പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്നത്? ബേസിക്കലി എനിക്കൊരു റീസൺ ഉണ്ടാവും. ഒരു റീസൺ ഇല്ലാണ്ട് ഞാൻ ഒരാൾ അങ്ങനെ കുഴപ്പമാണ്, മാറി നിൽക്കണം എന്ന് ഞാൻ പറയാറില്ല. അപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, അത് മാത്രമല്ല ഈ ഒരു ഷോയ്ക്കകത്ത് നടന്നൊരു സംഗതിയാണ്. ദ വെരി ബിഗിനിങ് പുള്ളി വരുമ്പോൾ തന്നെ സ്ത്രീ വിരുദ്ധതയാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അയാൾക്ക് പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കേൾപ്പിക്കാം. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം തെറ്റല്ല. ശരിക്കും മനസ്സിലായോ? ഈ ലോകത്ത് നടക്കുന്ന ഡിവോഴ്സുകൾ ഒന്നും തന്നെ ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് അല്ല. അതായത് ഒരാള് മാറാനായിട്ട് തയ്യാറാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആള് മാറിയില്ലെങ്കിൽ മാത്രമേ ഡിവോഴ്സ് നടക്കുന്നുള്ളൂ. ആള് മാറാൻ തയ്യാറാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആയി. കള്ളു കുടിച്ച് വെളിവിലാണ്ട് വന്ന് ഭാര്യനെ തല്ലുന്ന രീതിയിൽ ഡിവോഴ്സ് ആയി. അപ്പൊ അത് ആരെ ഭാഗത്ത തെറ്റ്? ഈ കേസില് മദ്യപിച്ച് വരുന്ന ഒരാള് തല്ലി, ഓക്കെ, ആ തല്ല് അംഗീകരിച്ച് ആ സ്ത്രീക്ക് പോവാൻ പറ്റുമെങ്കിൽ ആ സ്ത്രീക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആ പുരുഷനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അലസണ്ടയിൽ ഭർത്താവ് മദ്യപിച്ചിട്ട് ഭാര്യയെ മർദ്ദിക്കുകയാണെങ്കിൽ അത് അംഗീകരിച്ച് പോകണമെന്നാണ് സാറ് പറയണത്. സാർ അവിടെ മിണ്ടാതെ അങ്ങോട്ട് തേരാപ്പാര നടന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയില്ലേ? പുള്ളി മിണ്ടിയാലും മുഴുക്ക വരുന്നത് ഇതുപോലത്തെ അപരാധങ്ങളാ. മിണ്ടാതെ നടന്നതും അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അയാൾ മുഴുക്ക ഒരു കള്ളനായിരുന്നു എന്നുള്ള തെളിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതായത് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ഇൻ്റർവ്യൂ, ലൈൻ കട്ടിൽ വരുന്ന ഇൻ്റർവ്യൂ, അതിനകത്ത് സ്പെസിഫിക്കലി പുള്ളി പറഞ്ഞ അല്ലെങ്കിൽ പുള്ളി മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഈ മെറ്റേണിറ്റി ലീവ് 6 മാസം എന്തോ കൊടുക്കുന്നുണ്ട്. അതായത് പ്രസവ സമയത്തുള്ള ആ ഒരു ലീവ്, 6 മാസത്തെ ലീവ്, അതാണ് അയാളുടെ ഇഷ്യൂ. അത് പറ്റത്തില്ല, അത് ആണുങ്ങൾക്കും കൂടെ വേണം. എന്നാൽ പിന്നെ നീയും കൂടെ അങ്ങ് പ്രസവിക്കുകയല്ലേ വേണ്ടത്, അതല്ലേ എൻ്റെ ശരി. അപ്പോൾ ഇതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു അമ്മയാണ്, എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ആക്ച്വലി 6 മാസമൊന്നല്ല, ഈ ഒരു പീരീഡ് മുഴുക്ക അവർക്ക് ലീവ് കൊടുത്താലും അതൊരു കുറവായി പോകത്തില്ല. അതായത് അത്രത്തോളം കോംപ്ലിക്കേഷൻസും അത്രത്തോളം പ്രോബ്ലംസും അവരതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഈ പ്രഗ്നൻസി ടൈമിലുള്ള കാര്യം ഞാൻ പറയാതെ അറിയില്ല. ആദ്യത്തെ ഒരു 5 months നല്ല സ്ട്രഗിളാണ്. ഒരു രീതിയിലുള്ള മണവും പിടിക്കില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും പ്രിയപ്പെട്ടതുമാകുന്ന ഹസ്ബൻഡിൻ്റെ മണമാണ്. ആ മണം പോലും നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. നമ്മുടെ ശരീരഘടന അങ്ങനെയാകും. തല ചുറ്റും എപ്പോൾ വേണമെങ്കിലും ഓർമ്മ പോവും, വീഴാൻ സാധ്യതയുണ്ട്. ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അത് ഭയങ്കര എക്സ്ട്രീം ലെവലിലായിരിക്കും. ചിലർക്കുണ്ടാവും, ചിലർക്ക് ഉണ്ടാവത്തില്ല. ഡിപ്പെൻസ്. ചില സ്മെല്ലുകൾ നമുക്ക് അത്രയും കാലം ഇഷ്ടപ്പെടാത്ത ചില സ്മെല്ലുകൾ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും, മണ്ണ് തിന്നാൻ തോന്നും. അങ്ങനെ കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ഇതൊന്നും ഒരു നോർമൽ സംഗതിയേ അല്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ അത് ഭയങ്കരമാണ്. അത് നമുക്ക് മറ്റൊരാളോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തക്കവണ്ണം നമ്മുടെ ശരീരം പ്രിപ്പയർഡ് ആവും. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെങ്കിൽ നന്നായി ജീർണിക്കുക, ചുണ്ടുൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗർഭിണികളുടെ മുഖമൊക്കെ തടിച്ച് ചുണ്ട് വരെ തടിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഫുൾ ഫിഗർ തന്നെ വേറൊരു ലെവലിലേക്കായി മാറും. വല്ലാത്തൊരവസ്ഥയാണത്. അത് നീര് വെക്കുന്നതാണ്, ശരീരം മുഴുക്ക നീര് വെക്കും, ആൻഡ് സ്ട്രെച്ച് ചെയ്യും ബോഡി. അത് ഒരു പെയിൻഫുൾ. ഇതൊക്കെ നമ്മളെ മെൻ്റലി ഡിസ്ട്രാക്ട് ചെയ്യും. കാരണം ഹെൽത്ത് കോൺഷ്യസ് അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ തീർന്നു കഥ. ഈ ഇത്തരം മാറ്റങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ അത് വേറെ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് ഡെലിവറി, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഡെലിവറി കഴിഞ്ഞു ഫിനിഷ് എന്നല്ല. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പിന്നെ 40 days 100% അവർക്ക് റെസ്റ്റ് തന്നെയാണ് വേണ്ടത്. വളരെ നല്ല രീതിയിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടി ഇറങ്ങി പോകണത്. വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സംഗതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു ബസ്സിൽ ഓടി കയറി എന്തെല്ലാം പ്രോബ്ലംസ് ആണ്.
എത്രത്തോളം കഷ്ടപ്പെടണം, അങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി തിരിച്ചടി കിട്ടും. അത് അവിടെയുള്ളവരെ പോലെയല്ല, ഇവിടെ അത് വേറെ ലെവലിലാണ്. ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലുള്ള കാലാവസ്ഥയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിലെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുലനെറ്റിൽ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. പാല് കൊടുക്കുന്നവർക്ക് മാറ് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു മിനിമം ഒരു 30 days എങ്ങനെയാലും നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഇത് മാറ് വെടിച്ചാലും ശരി കുഞ്ഞിന് മുല കൊടുക്കുന്ന ഒരു ടൈമിലേക്ക് ആളുകൾ വരും. ഇതൊക്കെ മനുഷ്യനെ ഡിപ്രഷനിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഉറക്കം കിട്ടത്തില്ല, കുഞ്ഞ് ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാക്കത്തില്ല, എപ്പോഴെഴുന്നേക്കുമെന്ന് അറിയാനൊക്കത്തില്ല. ഇപ്പോഴൊക്കെ ഫെസിലിറ്റീസൊക്കെ കുറച്ച് കൂടി പാഡും ബാക്കിയുള്ളതൊക്കെ കിട്ടിയതുകൊണ്ട് കുറേയൊക്കെ ഓക്കെ. മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല, അത്രയും സ്ട്രഗിളായിരുന്നു. അപ്പോൾ അവർക്ക് ഇത്രയും സമയം തന്നെ കുറവാണ്. അതുമാത്രമല്ല 6 months വരെ ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും കൊടുക്കുന്ന ഹെൽത്തി ആണോ? അമ്മയുടെ പാല് തന്നെ കൊടുക്കണ്ടേ? അപ്പം അമ്മ ജോലിക്ക് പോയിരുന്ന എങ്ങനെയാണ് നടക്കുക? അല്ലെങ്കിൽ ഈ കുട്ടിയും കൂടെ അവിടെ കൊണ്ടുപോയി വെക്കാനുള്ളൊരു ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ഇവരിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ ഓക്കെയാണ്. സ്ത്രീ ആയി ജീവിച്ച് നോക്കിയിട്ട് വേണം സ്ത്രീവിരുദ്ധം നടത്താൻ. മുമ്പ് ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഒരു റിയൽ സ്റ്റോറിയാണ്. തമിഴ്നാട്ടിൽ ഒരാൾ പാഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയ ആളുണ്ട്. വളരെ ബിലോ പോവർട്ടി ലൈനിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയ ഒരു ഫെലോ ആണ്. പക്ഷേ അയാളുടെ വൈഫ് പോലും ഇട്ടിട്ട് പോയി. എന്നിട്ടും അയാൾ സ്ട്രഗിൾ നടത്തിയിട്ട് ആ പാഡിൻ്റെ കമ്പനി ഉണ്ടാക്കി. ഇന്ന് ഭയങ്കര സൂപ്പർ റിച്ച് ആയിട്ടിരിക്കുകയാണ്. അത്രയും റിച്ചായ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ അയാൾ പാഡ് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അയാൾ ലേഡി ആയി മാറുകയാണ്. അതായത് എങ്ങനെ ബ്ലീഡിങ് വന്നാൽ എങ്ങനെ അത് കവർ ചെയ്യുന്നു, സ്വന്തമായിട്ട് പാക്കറ്റിൽ ബ്ലഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ കളർ ഉണ്ടാക്കി അത് ഇൻസേർട്ട് ചെയ്ത് അത് എടുത്തുകൊണ്ട് നടന്ന് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി അതങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അയാൾ അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് അത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു സംഗതിയിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ആ സംഗതിയെപ്പറ്റി ശരിക്കറിയണമെങ്കിൽ നമ്മൾ അതായിട്ട് തന്നെ നിൽക്കണമെന്നാണ്. അതായത് അനീഷിനെ പോലുള്ള കുറേയധികം വ്യക്തികൾ ഇതുപോലെ സ്ത്രീവിരുദ്ധത പറയുന്നവരടുത്ത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും സ്ത്രീയായി ജീവിച്ചു നോക്കുക. അവരനുഭവിക്കുന്ന സ്ട്രഗിള്, പ്രോബ്ലംസ് എത്രത്തോളം ഇതാണെന്ന് അവരിലൂടെ ജീവിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ല മനസ്സിലാകത്തില്ല. ഇപ്പോൾ ട്രാൻസ് വിഭാഗം ഈസി ആയിട്ട് വന്ന് ഈ വേഷം കെട്ടൊക്കെ നടത്തി പെണ്ണാകുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു പെണ്ണും പിന്നൊരു പെണ്ണായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ സ്ത്രീയായി ജനിച്ചാൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് പെണ്ണുങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാൽ തീരത്തില്ല, 1-ലോ 2-ലോ തീർക്കാൻ പറ്റുന്ന സംഗതിയുമല്ല. ഡെലിവറിക്ക് ശേഷമുള്ള 6 months കമ്പൽസറി അവർക്ക് ലീവ് കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ഒരുപാട് നമുക്കിപ്പോൾ പറയാനാണെങ്കിൽ എടുത്തു പറയാൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ലേഡി തിങ് ആണ്. ബട്ട് സ്റ്റിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഈ മോഷൻ പോകുന്ന സമയത്തുള്ള പെയിന് അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ മിനിമം 3 മാസം എടുക്കും. ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും തലതിരിഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. അതൊന്ന് സെറ്റായി വരാൻ മിനിമം ഒരു 6 months എങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? അത് കൊടുക്കണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 2 years അവർ വെറുതെ വിട്ടേക്കണം. ആ കുട്ടി ഒന്ന് ആകണിടം വരെ അത്രയും ലീവ് അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയാൻ അനീഷിന് എന്ത് യോഗ്യതയാണുള്ളത്? അനീഷ് 5 വർഷത്തെ ലീവാണ് എടുത്തത്. എന്തിനാ 5 വർഷത്തെ ലീവ് എടുത്തത്? എന്തിനാ അങ്ങനെ എടുക്കാൻ പോയേ? അപ്പോൾ ആവശ്യം വന്നപ്പോൾ അനീഷിന് അത് എടുക്കാം. അനീഷിൻ്റെ കളവുകളാണ് നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒരു സ്ത്രീ വിരുദ്ധനായ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത സ്ത്രീകളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പക്ഷേ അതിനകത്തുള്ള ആ ഡ്രാമ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളായിരിക്കും. അത് അയാളുടെ മുഴുക്ക അയാളുടെ ഡ്രാമയാണ്. അയാൾ ആരുടെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, അയാൾ ആരോടെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന അയാളുടെ ഈ വൾഗറിസം അയാൾ അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ മൗനമായിട്ട് തേരാപ്പാര നടന്നത്. മുഴുക്ക അഭിനയിച്ചൊരു വ്യക്തിയാണ് അനീഷ്. എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ലാസ്റ്റ് പോർഷനിലാണ് എനിക്ക് അനീഷിനെ ശരിക്കും മനസ്സിലായത്. സ്പെഷ്യലി അനുമോളോട് അയാൾ കാണിച്ച ആറ്റിറ്റ്യൂഡ്. ഒരുപക്ഷെ അതൊരു ബ്ലെസ്സിങ് ആയി. അയാൾ കുറച്ചുകൂടെ സോഫ്റ്റനായിട്ട് അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പേളിയുടെ അനുഭവം വന്നേനെ. കാരണം പേളിക്ക് അവിടെ ശ്രീനിഷ ഉള്ളത് കൊണ്ടാണ് പേളിക്ക് ലാസ്റ്റ് കപ്പ് കിട്ടാതെ പോയത്. ഒരാൾ സപ്പോർട്ടീവായിട്ടുണ്ട്. ഇയാൾ സപ്പോർട്ടീവായിട്ടോടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾക്ക് കപ്പ് കിട്ടത്തില്ല. ആളുകൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കുമായിരുന്നു. ഇത് ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് വാസ്തവം. അനീഷ് എന്ന വ്യക്തി അനുമോളുടെ ഇഷ്ടക്കാര് കിടന്ന് ചീത്ത പറയണു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തല്ലേ. അനീഷ് പറഞ്ഞത് മുഴുക്ക ഫേക്കാണ്, അട്ടർ നോൺസെൻസ് ആണ്. ഇപ്പോൾ 2 വ്യക്തികൾ, ഭാര്യയും ഭർത്താവും 2 വ്യക്തികളാണ്. 2 പേർക്ക് 2 പേരുടെ പേഴ്സണാലിറ്റി ഉണ്ട്. പുള്ളിയുടെ ഡിവോഴ്സ് നടന്നത് കൊണ്ട് മാത്രം പുള്ളി സ്ത്രീവിരുദ്ധനായതാണ്. അതല്ലല്ലോ. അതാണോ പെണ്ണ്? അയാളുടെ അമ്മയിലേക്ക് നോക്കൂ, അതൊരു പെണ്ണല്ലേ? താൻ അമ്മയുമായിട്ട് പ്രശ്നമാണോ? തനിക്ക് അമ്മ ഇഷ്ടമില്ലേ? സ്ത്രീവിരുദ്ധം എന്ന് പറയുമ്പോൾ തനിക്ക് അമ്മ സ്ത്രീയായിട്ട് തോന്നുന്നില്ലേ? അതെങ്ങനെയാണ് ശരിയാവുക?
അതും നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയിലാണ് പുള്ളി കയറി പിടിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രസവത്തിന് ശേഷമുള്ള ആ ഒരു ലീവ് അത് പറ്റൂല. അത് എന്തൊരു നോൺസെൻസ് സ്ട്രോക്ക് ആണെന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര നാൾ ലീവ് എടുത്താലും തീരത്തില്ല എന്നാണ് ഞാൻ പറയുക. അങ്ങനെ ഉള്ളിടത്ത് ആ 6 months കൊടുക്കരുതെന്നാണ് പറയുന്നത്. എത്ര കോമൺ സെൻസ് ഇല്ലായ്മയാണ്. ഒരു വ്യക്തിയെ അടിക്കുന്നു, സഹോദരനാകട്ടെ കുഞ്ഞുങ്ങളാവട്ടെ, അത് ക്രൈമല്ലേ? കുട്ടികൾക്ക് വരെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോഴാ ഭാര്യയെ മർദ്ദിക്കുന്ന കുഴപ്പമില്ല എന്നുള്ള ടൈമിൽ അയാൾ പറയണത്. അവിടെ മിണ്ടിയാൽ എല്ലാം കൂടെ തീ വയ്ക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അയാൾ മൗനം പാലിച്ചത്. അല്ലെങ്കിൽ അയാളുടെ സ്ത്രീ വിരുദ്ധത അയാൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൊല വിളിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം ഇല്ലാണ്ടാ സരികയൊക്കെ ഫസ്റ്റ് ക്ലാസ് സാധനങ്ങളോ കൊല വിളിക്കും, അറിയാം. അതും ആദിലേയും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും സരികയൊക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ്, ഡിവോഴ്സി പീപ്പിൾസാണ്. അവർ പറയുന്നുണ്ട് 2 പാർട്ട്നേഴ്സാണ്, അതെങ്ങനെയാണ് ഒരാളെ കൈവയ്ക്കുക? അയാളുടെ വിവരക്കേട് നമ്മൾ കണ്ടില്ല, അതുകൊണ്ട് അയാളെ ഗ്രേറ്റായിട്ട് പറയരുത്. അയാൾ ഒരുപാടിടങ്ങളിൽ വിവരക്കേട് മാത്രമേ സംസാരിക്കാറുള്ളൂ. അയാൾ പറയുന്ന മുഴുക്ക ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ നീട്ടിത്തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നീട്ടിത്തന്നാൽ അയാൾ അവിടെ നിൽക്കുന്ന അയാൾക്ക് എന്താ ഉറപ്പ്? അയാൾ നോർമൽ അല്ല, എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത്? അയാളൊരു നോർമൽ കണ്ടസ്റ്റൻ്റേ അല്ല. എന്തൊക്കെയോ ചെയ്യുന്നു. ഹൗ കംസ് എല്ലാവരോടും അയാളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അയാൾക്ക് PR ഉണ്ട്. അയാളാണ് അവിടെ കൂടുതൽ നുണ പറഞ്ഞിട്ടുള്ളത്. അനിമോള് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് നുണ പറഞ്ഞത്. ബാക്കി സാർവത്രികമായി എല്ലാത്തിലും നുണ പറഞ്ഞ ആളാണ് അനീഷ്. മൊത്തം ഫേക്കായിരുന്നു. ഷാനവാസ് എന്ന സുഹൃത്തിനെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? നമ്മൾ ഈ പെണ്ണുങ്ങളുടെ തിങ്ങിലേക്ക് എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ആ ഇഷ്യൂ കാണാതെ പോയത്. സത്യത്തിൽ ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ബാക്ക് സ്റ്റാബ് ചെയ്തത് ഇയാളാണ്. ഷാനവാസ് എന്തിനാണ് ഇയാളെ തൂക്കിക്കൊണ്ട് നടന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്ത് തന്നെയായിരുന്നാലും അനീഷിനോടുള്ള ദേഷ്യം, എനിക്കിഷ്ടമില്ലായ്മ, അക്ബറിനോടുള്ള ഇഷ്ടമില്ലായ്മ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് തന്നെയാണ്. സ്ത്രീകളോട് കൺസേൺ ചെയ്യാത്ത, സ്ത്രീകളെ മര്യാദയായിട്ടും ഇത് ചെയ്യാത്ത ഒരു വ്യക്തിയോടും എനിക്ക് യോജിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിനുശേഷം പുറത്ത് മറ്റൊരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അവിടെ അവാർഡ് കിട്ടിയ സ്ത്രീകളെ ബഹുമാനിച്ചതിനാണെന്ന്. ഏത് സ്ത്രീയാണ് അയാൾ ബഹുമാനിച്ചത്? അനുമോളോട് കുറച്ച് ഫേവറായിട്ട് അയാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവളിൽ നിന്ന് ഇൻ റിട്ടേൺ ലവ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം അയാൾക്ക് ഉദ്ദേശ ലക്ഷ്യമുണ്ട്. സെൽഫിഷാണ് അയാൾക്ക് ആവശ്യമുണ്ട്, കാര്യസാധ്യത്തിനാണ് അയാൾ പലരോടും പലതും ചെയ്യുന്നത്. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ അനുമോളുമായിട്ടുള്ള ആ കണക്ഷനെ വിട്ടു. അനുമോൾ എല്ലാവരുടെ അടുത്ത് ചുടുക്കുമ്പോഴും അയാളൊന്നും ഒരു അക്ഷരം മിണ്ടാതെ നോക്കിക്കൊണ്ട് നിന്നു. അതിനകത്തൊന്നും വ്യക്തമല്ലേ? സോ എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.